ഓ ദൈവമേ, സർവസ്വരൂപനെ, ഇന്ന് അങ്ങ് എനിക്ക് നൽകിയ പുരുഷനുമായി എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സന്തോഷവതിയാണ്. ജോസഫ് നല്ലവനാണ്, ദൈവഭയമുള്ളവനാണ്. ദൈവമേ, അവനിലും അവന്റെ ഭവനത്തിലുള്ളവരിലും അങ്ങയുടെ കൃപ ചൊരിയണമേ. ഈ എളിയവൾക്ക് അങ്ങ് നൽകിയ അനുഗ്രഹത്തെ പ്രതി ഞാൻ അവിടത്തോട് നന്ദി അർപ്പിക്കുന്നു. മറിയം, മറിയം, ആരാ എന്നെ വിളിച്ചത്? നീ കാണുക. എനിക്ക് അങ്ങയെ കാണുവാൻ കഴിയുന്നില്ല. മറിയം, എന്നെ കാണുവാൻ കഴിയും. നീ നിന്റെ മനസ്സിനെ ഉണർത്തൂ. നീ വിശ്വസിക്കുന്ന നിന്റെ കർത്താവിൽ നിന്റെ മനസ്സിനെ പൂർണ്ണമായി അർപ്പിക്കുക. അപ്പോൾ നിനക്ക് എന്നെ കാണാൻ കഴിയും. ഞാനിതാ ദൈവത്തിൽ എന്നെ അർപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങയെ കാണാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അഭിവാദനത്തിന്റെ അർത്ഥം? മറിയമേ, നീ അറിയുക, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ഞാൻ എങ്ങനെയാണ് ജന്മം നൽകുന്നത്? ഞാൻ എന്റെ പുരുഷനെ അറിയുന്നില്ലല്ലോ. മറിയം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ നിന്നിൽ പുത്രൻ ജന്മമെടുക്കും. ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധനെന്നും ദൈവപുത്രനെന്നും വിളിക്കപ്പെടും. മറിയം, നീ അറിയുക, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. ഞാനിതാ നിന്നിൽ നിന്നും യാത്രയാകുന്നു. ദൈവം നിന്നോട് കൂടെ. കർത്താവേ, എന്റെ ആത്മാവിത അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവനെ, അങ്ങ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇതാ അങ്ങയുടെ ദാസി. ജോസഫ്, ജോസഫ്. ആ, യാക്കോബ്, വരൂ, അകത്തേക്ക് കയറി വരൂ. മറിയത്തിന് സംഭവിച്ചത് നീ അറിഞ്ഞില്ലേ? മറിയത്തിന് എന്ത് സംഭവിച്ചു? അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ അഭിനയിക്കുകയാണോ നീ? സുഹൃത്തെ, താങ്കൾ പറയാൻ പോകുന്ന എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നെ ദുഃഖിതനാക്കാതെ താങ്കൾ അത് പറയുവിൻ. മറിയത്തിന് എന്ത് സംഭവിച്ചു? മറിയം ഗർഭിണിയാണ്. നാടെങ്ങും ഈ വാർത്ത പരന്നു കഴിഞ്ഞിരിക്കുന്നു. നീ ഇവിടെ ഉളിയും മിനുക്കി മരങ്ങളിൽ തലോടി ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ എങ്ങനെ അറിയാനാണ്? നീ എന്നോട് ഒളിക്കരുത്. സത്യം പറയേ, പിറക്കാൻ പോകുന്ന ആ കുഞ്ഞ് നിന്റെയല്ലേ? പറയൂ ജോസഫ്. യാക്കോബ്, നിങ്ങൾ ഇപ്പോൾ പോകുവിൻ. എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്. ഞാൻ പോയിക്കോളാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊന്നില്ല, കേട്ടില്ല എന്ന് പറയരുത്. ചിലർ അവിടെ പറഞ്ഞു നടക്കുന്നു മറിയത്തിന് സംഭവിച്ചത് ദിവ്യഗർഭമാണെന്ന്. പിന്നെ ദിവ്യഗർഭം ലഭിക്കാൻ അവൾ ദൈവത്തിന്റെ പുത്രിയോ രാജവംശത്തിൽ പിറന്നവളോ അല്ലല്ലോ. ജോസഫ്, ചതി സംഭവിച്ചിട്ടുണ്ട്. നീ പാവമാ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നീ ചോദിക്കില്ല എന്ന് മറിയത്തിനറിയാം. എന്റെ കൂട്ടുകാരാ, നീ പോയി കുഴിയിൽ വീഴരുത്.
ഈ സുഹൃത്തിന് അത് മാത്രമേ പറയാനുള്ളൂ. പിതാവേ, എന്താണ് ഈ കേൾക്കുന്നത്? മറിയം അവൾ എന്നെ ചതിക്കുമോ? തെറ്റുപറ്റാത്തവർ ആരാണുള്ളതല്ലേ? പിതാവേ, പുരോഹിത പ്രമാണിയെയും കൂട്ടി മറിയത്തിന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അവളുടെ മാതാപിതാക്കളുമായി സംസാരിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും മറിയത്തെ ഒഴിവാക്കുന്നു. ജോസഫ്, ജോസഫ്. ആരാ എന്നെ വിളിക്കുന്നത്? ജോസഫ്, ഞാൻ ഗബ്രിയേലാണ്. ദൈവസന്നിധിയിൽ നിന്നും ഞാൻ നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. എന്റെ കണ്ണുകൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഭാഗ്യവാൻ. അങ്ങയെ കാണുവാൻ മാത്രം ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തിരിക്കുന്നത്. ജോസഫ്, നീ ചെയ്യാൻ പോകുന്നതാണ് പുണ്യം, ഈ ലോക ജനതയ്ക്ക് വേണ്ടി. ജോസഫ്, നീ ഭാഗ്യവാൻ തന്നെയാണ്. അങ്ങ് എന്തു പറയുന്നുവെന്ന് ഈ ദാസന് മനസ്സിലാകുന്നില്ല. മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ നിന്റെ മനസ്സ് തീരുമാനമെടുത്തിരിക്കുന്നു അല്ലേ? അതെ, അവൾ പാവമാണ്. മറിയത്തെ മറ്റുള്ളവർ പരിഹസിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതിനാൽ ഞാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പാവം മറിയം, അവളെ ആരോ ചതിച്ചിരിക്കുന്നു. ദാവീദിന്റെ പുത്രനായ ജോസഫേ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയം ജന്മം നൽകുന്ന കുഞ്ഞിനെ നീ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്നും മോചിപ്പിക്കും. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നും. അപ്പോ ഞാൻ ദൈവപുത്രന്റെ പിതാവോ? ഓ ദൈവമേ, ഞാനിതാ അങ്ങയുടെ കാൽക്കൽ വീഴുന്നു. എനിക്ക് തെറ്റുപറ്റി. ഞാൻ എന്റെ മറിയത്തെ തെറ്റിദ്ധരിച്ചു. ദൈവപുത്രന്റെ പിതാവാകാൻ ഞാൻ പോകുന്നു. അങ്ങ് ഇത് ദൈവത്തെ അറിയിക്കുന്നു. മറിയത്തെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിലും വലിയ ഭാഗ്യം ഇനി എനിക്ക് വരാനില്ല. വരാനിരിക്കുന്ന തലമുറകൾ പോലും എന്നെ പിതാവേ എന്ന് വിളിക്കും. ദൈവമേ, അങ്ങെനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, എന്നിൽ കനിയണമേ. ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ജോസഫ്, ജോസഫ്, എനിക്ക് ദാഹിക്കുന്നു. മറിയം, ഇതാ ഇത് കഴിക്കൂ. കരയരുത് മറിയം, നിനക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ അരികിലുണ്ട്. ദൈവമേ, എന്റെ മകൻ പിറക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണല്ലോ. ഒരു യാചകനെ പോലെ ഞാൻ എല്ലാ ഭവനങ്ങളുടെയും വാതിൽക്കൽ മുട്ടി. ആർക്കും എന്നിൽ അലിവ് തോന്നിയില്ല. ഈ പരീക്ഷണം വളരെ കഠിനമാണ്. ദൈവമേ, ഞാൻ ദുഃഖിതനാണ്. ജോസഫ്, ദൈവം വിധിച്ചിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. ജോസഫ്, നമ്മുടെ കുഞ്ഞ്. ദൈവമേ, എന്നിൽ കനിയണമേ.